ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ റോന്ത് എന്ന സിനിമ ഇന്ന് കണ്ടു. ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണ സിനിമ ഇറങ്ങുന്ന മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ സിനിമകൾ മാത്രമാണ് ഫസ്റ്റ് ഡേ പോയി കാണാറുള്ളൂ. ബാക്കിയുള്ളവരുടെ സിനിമകളൊന്നും ഫസ്റ്റ് ഡേ പോയി കാണാറില്ല. പക്ഷേ ഈ സിനിമ എനിക്കെന്തോ ഇന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചുകൊണ്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഈ സിനിമയ്ക്ക് പോയി. വലിയൊരു എന്താ പറയുക, അടുത്ത കാലത്ത് ഇത്രയും ടച്ചിങ് ആയിട്ടുള്ള സിനിമ വേറെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഷാഹി കബീറിൻ്റെ ഈ പോലീസ് സിനിമകൾ വലിയ ഇഷ്ടമാണ്. ഇതിനു മുമ്പ് അദ്ദേഹം സംവിധാനം ചെയ്ത ഇലവീഴ പൂഞ്ചറ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമാണ്, നായാട്ട് എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പോലീസ് സ്റ്റോറിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷനും അല്ലെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സിനിമ വലിയൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ ഇന്ന് പോയത് കേട്ടോ. പക്ഷേ ഈ സിനിമ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇതിൻ്റെ പോസ്റ്റർ കാണുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു റോന്ത് ചുറ്റാന്ന് നമ്മൾ പറയുന്ന പോലെ റോന്ത് എന്ന് എന്താ ഈ പേരൊക്കെ ഇങ്ങനെ ഇട്ടാണെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അതുപോലെ തന്നെ കാസ്റ്റിംഗ് ആണ് നോക്കുമ്പോൾ ദിലീഷ് പോത്തനും റോഷൻ മാത്യു ഇവരൊക്കെയാണ് സിനിമയിലെ നായകന്മാരായിട്ടുള്ളത്. എന്തുകൊണ്ടൊരു നല്ലൊരു നടന്മാരെ ഇതിൽ കാസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ എനിക്കെല്ലാം തെറ്റിപ്പോയി. ഇപ്പോൾ അടുത്ത് റീസെൻ്റായി കണ്ടിട്ടുള്ള ബെസ്റ്റ് ഫിലിം തുടരും എന്ന സിനിമ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഫിലിം തന്നെയാണ് ഈ സിനിമ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അതായത് ഈ സിനിമ പറയുന്നത് ശരിക്കും ഒരു ദിവസത്തെ കഥയാണ് സിനിമ പറയുന്നത്. കാരണം ഇന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പോലീസുകാരുടെ ജീവിതം. നമ്മളെല്ലാവരും പോലീസുകാർ പണ്ടേ മുതൽ കുറ്റം പറയുന്നവരാണ് എല്ലാവരും. പോലീസുകാർ അങ്ങനെ ആയിരുന്നു. കാരണം പഴയ പോലീസുകാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പോലീസുകാരിൽ 50% നല്ലവരും 50% മോശമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കുറേയൊക്കെ അവരുടെ ആ ജോലിയും ആ സാഹചര്യവും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം, അല്ലാതെ അവർ ആരും മോശക്കാരായിക്കൊണ്ടല്ല. പക്ഷേ പണ്ടത്തെ പോലീസുകാരൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലും അവർ ഉപദ്രവിക്കുന്നതും അങ്ങനെയൊക്കെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലീസുകാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറവാണ്. കാരണം എന്താണെങ്കിൽ ഇന്ന് എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും പ്രതികരിക്കാനും അതിനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ അതുപോലെ സോഷ്യൽ മീഡിയയും CCTVയും ഒക്കെ ഉള്ളതുകൊണ്ടും അവർക്കൊന്നും അങ്ങനെ ഓവറായിട്ടുള്ള തോന്നിവാസങ്ങളൊന്നും ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ 2 പോലീസ് ഓഫീസർമാരെ കഥ പറയുന്ന സിനിമയാണ്. ദിലീഷ് പോത്തനും അതുപോലെ തന്നെ റോഷൻ മാത്യുവിൻ്റെയും കഥാപാത്രങ്ങൾ. അതായത് ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ മറ്റാൾ ജീപ്പിൻ്റെ ഡ്രൈവറായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അവരിങ്ങനെ റോന്ത് ചുറ്റുന്നതും ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുന്നതൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ